ഭാഷ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളൊക്കെ വന്ന ബഹളത്തിലെ കോടതി ഒരു വലിയൊരു ഉത്തരവ് 1117 പേജിന്റെ ഒരു വലിയ പിന്നെ ഇതിന്റെ കോടതി വിധിന്യായത്തിന്റെ പകർപ്പ് എല്ലാവർക്കും കിട്ടിക്കാണും. സൈറ്റിലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മെനക്കെട്ട് ആരെങ്കിലും വായിക്കുമെന്ന് ബഹളം കൂട്ടുക എന്നുള്ളതല്ലേ ഉള്ളൂ. സത്യം അറിയാതെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുക, കഥ അറിയാതെ കഥ എഴുതിക്കൊണ്ടിരിക്കുക, കഥ അറിയാതെ ആട്ടം കാണുക പരിപാടിയാണല്ലോ നമുക്ക് പ്രിയങ്കരമായ കല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിച്ച് അവരൊറ്റ ചാനലും ചർച്ച ചെയ്തില്ല. അതുവരെ ഇരുന്ന് വലിയ ചർച്ചയായിരുന്നു. അത് വെറുതെ വിട്ടു കോടതിയുടെ അഴിമതിയാണ്, കോടതി അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണ്, അതാണ് മനഃപൂർവ്വം ഞങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. സംഗതി ഇപ്പം എന്തോ കാര്യമെന്നറിയാമോ? അതിൻ്റെ പഴുതടച്ചുള്ള ഒരു വിധിന്യായത്തിൻ്റെ പകർപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വലിയ കൊടി കെട്ടിയ ജഡ്ജിമാരെല്ലാം വിചാരണ നടത്തിയത് കോടതിയിലല്ലല്ലോ, ചാനലിൻ്റെ തിണ്ണയ്ക്ക് വന്നില്ല നിരങ്ങിക്കൊണ്ടിരുന്നു അന്തിച്ചർച്ചയ്ക്ക് എന്ന് വേണ്ടിയിട്ട്. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? അവർ പറഞ്ഞത് കൊടി സുനി ദിലീപിനെ കാണാനായിട്ട് ആലുവയിലെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ പോയി, വീട്ടിലല്ല, എന്നിട്ട് പത്മസരോവരത്തിൽ കാവ്യമാധവനെ കൊണ്ടുപോയി. ഇതൊക്കെ അങ്ങ് പറയുക. ആർക്കാ പറയാൻ വയ്യത്? നമുക്ക് പറയാൻ വയ്യേ. യാതൊരു എവിഡൻസും കൊടുത്തിട്ട് ഒരു സബ്സ്റ്റൻസും ഇല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ കൊടിസുനി അല്ല പൾസർ സുനി ഒരു സ്ത്രീയാണ് തന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സ്ത്രീയാണെന്ന് ഇതുവരെ പൾസർ സുനി പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. അത് പ്രോസിക്യൂഷൻ്റെ ചുമതലയല്ലേ ഏത് സ്ത്രീയാണെന്ന് അയാളെ കൊണ്ട് ചോദിച്ച് പറയിപ്പിക്കണത്തെ കസ്റ്റഡിയിലെടുത്ത്. ഇതുവരെ അതിനകത്തില്ല, കുറ്റപത്രത്തിൽ അതില്ല. സ്ത്രീയെ പറ്റി ഒരു മെൻഷനുമില്ല. ഈ സ്ത്രീ ആരാണെന്ന് പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ട് ആസൂത്രണം ചെയ്തെന്ന് വ്യക്തമാവൂ. ഇതുവരെ പറഞ്ഞിട്ടില്ല. ദിലീപിനെ സംശയിക്കാൻ ഒരൊറ്റ തെളിവ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. 213 സാക്ഷിമാരാണ് ഉണ്ടായിരുന്നത്. ആ 23 പേര് കൂറുമാറിയതായതുകൊണ്ടാണ് 213 പേരുടെ സാക്ഷി പറച്ചിൽ യാതൊരു വിലയില്ല. അതുകൂടാതെ 2000-ഓളം ഡിജിറ്റൽ എവിഡൻസുകളുണ്ട് ഈ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. ഒറ്റ ഒരെണ്ണത്തിൽ എതിരായിട്ട് തെളിവില്ല. പിന്നെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുക കാവ്യമാധവനും ദിലീപും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. എന്താ തെളിവ്? എന്തെങ്കിലും എവിഡൻസ് വേണ്ട. ഇതൊക്കെ എഴുതി വെക്കുന്നതാണോ കുറ്റപത്രം എന്ന് പറയുന്നത്? കുറ്റപത്രം എന്ന് പറയുന്നത് ശരിയായിട്ട് ചോദ്യം ചെയ്ത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്നത്. ഈ സംഗതി ഒന്നും ഇല്ലാതെ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് വിധി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഡ്ജിയുടെ പണി പോവും. മനസ്സിലായില്ലേ? അങ്ങനൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആരെങ്കിലും ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയും, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പറയുക. അതായത് നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരാണ്. ഒരാൾ ഇങ്ങോട്ട് വന്ന് അവിടെ ഒരാൾ ഇന്നാളിനെ കൊന്നു എഴുതിവിട്, അല്ല ഇത് കാണണം, നമുക്കതിൻ്റെ തെളിവ് വേണം. ഇല്ല നിങ്ങൾ ചുമ്മാ അങ്ങ് എഴുതിവിട്, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന പോലെ ഒരു പരിപാടിയാണ് ജഡ്ജിക്ക് നേരെ നടന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വിധിന്യായത്തിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ വിധിന്യായത്തെ പറ്റി ആരും സവിസ്തരം ഒരു ആളിനും ചർച്ച ചെയ്യാൻ ഇതുവരെ തയ്യാറായത്. ഇതുവരെ ഈ വിധിന്യായത്തിൽ ഒന്ന് കാണണം വായിക്കണം എന്നും പറഞ്ഞിരുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കാമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്താണ് മാഷി ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാനൽ രംഗത്ത്? ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലേ? നമുക്ക് സാധാരണക്കാരനൊക്കെ മനസ്സിലാവും, ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഈ കാര്യത്തെ പറ്റി എന്താണെന്ന് വ്യക്തത വരുത്തി അറിയണമെന്ന് വിചാരിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പൾസർ സുനി എന്ന് പറഞ്ഞവന്റെ പ്രധാനപ്പെട്ട പരിപാടി ഇതാ. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫോട്ടോ എടുത്ത് വെക്കുക. അത് ഫോൾഡർ ഇത് മനസ്സിലായല്ലോ. രണ്ട് ഫോൾഡറിലായിട്ട് ഇത് എല്ലാം കിട്ടി. ഒന്നിനകത്ത് ഡിയർ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ ഉണ്ടെന്നാ പറയുന്നത്. മൈ എന്ന് പറഞ്ഞാണ് അതിജീവതയുടെ. അപ്പം മൈ ഡിയർ എന്ന് രണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മൈയുടെ കാര്യം മാത്രമേ ഉള്ളൂ നാട്ടുകാർക്ക് അറിയണ്ടേ, ഡിയറിന്റെ കാര്യം ആർക്കും അറിയണ്ട, പോലീസിനും അറിയണ്ട, പോലീസും തിരക്കിയിട്ട്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനൊരു കേസ് വന്നതിന് ശേഷം ഈ ഒരു ഇൻസിഡന്റ് നടന്നത് പോലും പ്ലാൻഡ് ആണോന്ന് ചില ശബ്ദ സന്ദേശങ്ങൾ നേരത്തെ വന്നതിനകത്തുനിന്ന് ഈ പറയുന്ന പോലെ സംശയം വന്നതാ. ഓട്ടെ, അതിനുശേഷം ഈ പറയുന്ന ലാലിൻ്റെ അവിടെ ചെല്ലുന്നു. ലാലിൻ്റെ അവിടെ നിന്ന് ഈ കേസ് ഓപ്പൺ ആവുന്നു, അല്ലെങ്കിൽ വരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മാഡം വന്നു, അല്ലെങ്കിൽ അവൻ അന്നേ പറയുന്ന ഒരു മാഡം, ആദ്യം നമ്മൾ പത്രങ്ങളിലെല്ലാം വായിച്ച ഒരു മാഡമാണ് അതിന്റെ പുറകിലെന്ന്. ആ മാഡം ആരാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്, 100% പറഞ്ഞിട്ടുണ്ട്. ആ മാഡത്തെ ഒളിപ്പിക്കേണ്ട കടമ അന്വേഷണ സംഘത്തിനുണ്ട്. സംശയം എന്തോ കരുതി? ഈ കേസ് മൊത്തം ഫാബ്രിക്കേറ്റ് അല്ലേ? ഈ കേസിനകത്ത് ഒറ്റ ഒരാളെയാണ് കോർണർ ചെയ്യുന്നത്. ഇതൊരു വലിയ കേസായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ കേസ് അറിയാമല്ലോ, ഇതിനകത്ത് യാതൊരു കാരണവശാലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. വിചാരണ കഴിയുന്നിടം വരെ ജാമ്യം കിട്ടത്തില്ല. അതാണ് പൾസർ സുനി അവസാനത്തെ 1 മാസത്തിലാണ്
കോടതി ഇനി തീർന്നു, നീ 6 മാസം കൊണ്ട് തീരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിനകത്ത് 7 കൊല്ലം കഴിഞ്ഞപ്പോൾ അത്രയും കൊല്ലം ഈ പറയുന്ന ഇവൻ കിടക്കുന്നത് കൊണ്ട് അവന് ന്യായത്തിന്റെ വെച്ച് അന്ന് ജാമ്യം കൊടുത്തു. ബാക്കിയുള്ളവരെല്ലാം കിടന്ന കണക്കറിയാമല്ലോ. ഇപ്പൊ 20 കൊല്ലം ശിക്ഷിച്ചെങ്കിലും കിടക്കേണ്ടി വരുന്ന 13 കൊല്ലം 15 കൊല്ലം എന്ന് വെച്ചാൽ ബാക്കി റിമാൻഡ് കാലാവധി കടന്നു കഴിഞ്ഞു, വിചാരണ കാലാവധി കടന്നു കഴിഞ്ഞു, അതുകൂടെ കൂട്ടും. അപ്പം ഇതിനകത്ത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇയാളെ എടുത്തിടുക. ഇതിനകത്ത് ഇയാളെ എടുത്തിടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അതിജീവിത ഇയാളുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ട്, 60 കോടി രൂപയുടെ പ്രോപ്പർട്ടി അങ്ങോട്ട് ഇപ്പോഴും എഴുതി കൊടുക്കാനുണ്ട്. വേറെ ഒരു മാഡം എന്ന് പറയുമ്പോൾ വേറൊരു മാഡത്തിന്റെ പേര് ഇപ്പം പൂച്ചം വരുന്നുണ്ട്, സംവിധായകന്റെ ഭാര്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമൊക്കെ തന്നെ. ഭാര്യ പുള്ളിയുടെ മകനുമായിട്ട് ഈ അതിജീവിതയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണം പറയിപ്പോയി. അതുകൊണ്ട് ഇതിന്റെ ഒരു പണി അതിനകത്തും ദിലീപുമായിട്ട് ബിസിനസ് ഉള്ള ആളാ ആ മാടു. പിന്നെ ഒരു മാഡം അറിയാമല്ലോ, സിനിമാ നടി, പ്രശസ്തയായിട്ടുള്ള സിനിമാ നടി, ദിലീപിന്റെ നേരത്തെ ഭാര്യയായിരുന്നു. പിന്നൊരു മാഡം ഉണ്ട്, ഈ പറയുന്ന കേസല്ല അനാവശ്യമായിട്ട് ട്വിസ്റ്റ് ഉണ്ടാക്കി അന്വേഷണ സംഘത്തെ മൊത്തം കുഴപ്പക്കാരെ മാത്രം വെച്ച് അന്വേഷിച്ച അവർ ഈ അന്വേഷണ സംഘത്തിന് അത് ഇല്ലായിരുന്നിട്ട് പോലും അവരുടെ അധികാരം വെച്ചിട്ട് ഞാനൊന്ന് വിളിക്കട്ടെ അങ്ങനെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തിൽ ഈ കോടതി പോലും വലഞ്ഞു. കാരണം ഈ കോടതി ഇതിനകത്ത് നാം പറഞ്ഞത് ഇത് ഫാബ്രിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ ദിലീപിനെ മൊത്തം ദിലീപായിരുന്നല്ലോ. അത് അയാളുടെ ഭാഗ്യം കൊണ്ടായിരിക്കും, അയാളുടെ കഴിവ് കൊണ്ടായിരിക്കും. നടനായ സിനിമ ഫീൽഡ് മൊത്തം അയാളുടെ ഇല്ലായിരുന്നു. ഇത് കൈയടക്കാൻ വേണ്ടി ഇരുന്ന ആൾക്കാർ ഇതിനകത്ത് ഫണ്ട് ഒഴുക്കൊണ്ടിരിക്കുക, ഇപ്പോഴും ഒഴുക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് റോഡിൽ ഇന്ന് ജഡ്ജി എഴുതുന്നൊക്കെ പറയുന്നത്. അവനൊക്കെ ഇപ്പൊ പണി മേടിക്കും. റോഡിൽ ഇന്ന് ജഡ്ജി വന്നപ്പം കോടതി കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം സാറേ പഴുതടച്ച വിധി എന്ന് സാറ് പറഞ്ഞല്ലോ, എങ്ങനെ പഴുതടക്കാതിരിക്കും? ആദ്യമേ അതിജീവിത പറഞ്ഞല്ലേ, എനിക്ക് വനിതാ ജഡ്ജി വേണം, എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന പ്രോസിക്യൂട്ടർ വേണം, ഞാൻ കോടതി അടച്ചിട്ട മുറിയിൽ നടത്തണം, അല്ലെങ്കിൽ ഇത് എല്ലാം അതുപോലെ അവര് പറഞ്ഞ ക്ലെയിം എല്ലാം അനുവദിച്ചു. കോടതി എല്ലാം ഓരോ ഘട്ടങ്ങളിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കോടതി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അങ്ങനെ ഒക്കത്തില്ല, എനിക്ക് ഹൈക്കോടതി പോകണം, സുപ്രീം കോടതി, ഇത് എല്ലായിടവും പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലേ. 6 മാസത്തെ കേസ് തീർക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തീർക്കണം എന്ന് പറഞ്ഞ് 8 മാസമല്ലേ, ഇത് മൊത്തം റെക്കോർഡിംഗ് അല്ലേ. പിന്നെ എവിടാ സാറേ 7 കൊല്ലം 8 കൊല്ലം കോടതിയിൽ ഈ പറഞ്ഞതുപോലെ പഴുതടച്ച്, അതായത് ഒരു കാര്യം കോടതിയിൽ നടക്കുന്നത് പോലും തെളിവില്ലാതെ വരാ, അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ പോലും പരിശോധിക്കത്തക്ക രീതി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് സാർ. ഈ കേസിനകത്ത് ഇവർ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ ഈ അതിജീവിതയുടെ വക്കീലും അതിന്റെ പുറകിൽ കോടികളും, അതിജീവിതയുടെ പുറകിൽ കോടികളും, അതായത് ചില മാഫിയകൾ, ദിലീപിനെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള മാഫിയകൾ, ഇവരെല്ലാം ആവുന്നതൊക്കെ ശ്രമിച്ചു കാണുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ ആക്കിയത്. മാത്രമല്ല ഈ കേസിനകത്ത് ആദ്യം എന്ന് പറഞ്ഞാൽ ഈ കേസ് ഫാബ്രിക്കേറ്റ് ആണ്. ഈ കേസിനകത്ത് ഇവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ദിലീപിനെ ഒതുക്കാനാണ്. ഈ കേസിനകത്ത് അയാളെ വലിച്ചിട്ടതാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ഈ കേസിനകത്ത് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ സാറൊരു കേസിനകത്ത് ഇൻവോൾവ് ആണ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ പോലീസ് ഒന്ന് വിളിച്ചാൽ സാറൊന്ന് മാറിയിരിക്കും. മാറിയിട്ട് അതിന്റെ വേണ്ട പണി ചെയ്യും. ചെന്നങ്ങോട്ട് കയറി കൊടുക്കത്തില്ല, നമുക്കറിയാം. ഇയാൾ ചെന്നങ്ങ് കയറി കൊടുത്തു, ഒരു കുഴപ്പമില്ല, എനിക്കെന്തോ പ്രശ്നം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നങ്ങോട്ട് കയറി കൊടുത്ത കണ്ടായിരുന്നു. അന്ന് വിളിച്ചപ്പോൾ ന്യായമായിട്ടും കയറി കൊടുത്തു. ദിലീപിന് എന്താ നടക്കത്തില്ല ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി? ഇപ്പൊ താണ്ട് രാഹുൽ ഈശ്വർ അകത്ത് പോയി കഴിഞ്ഞപ്പം മറ്റേ നമ്മുടെ സന്ദീപ് വാര്യർ എന്നിട്ട് മുൻകൂർ ജാമ്യം ചോദിച്ചു, പിറ്റേന്ന് തന്നെ കൊടുത്തു. കാരണം ഇയാൾ അത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ്. അയാളുടെ മുൻകൂർ ജാമ്യം ചോദിക്കും, സാറേ എന്നെ ഇതുപോലെ പെടുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യം എന്ന് പറയുമ്പോൾ കോടതി പറയും അയാൾക്കോട്, അയാളെ വന്നിരുന്ന മുൻകൂർ ജാമ്യത്തിൽ അയാളോട് നിങ്ങൾ ചോദിച്ചോ, കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ, അങ്ങനെ കൊടുത്തേനെ. അയാൾ പോയില്ലെന്ന് ആ മുൻകൂർ ജാമ്യത്തിൽ. കാരണം ഇയാൾ വിചാരിച്ചു ഓക്കെ ഇയാളെ പെടുത്താനെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഇതിനകത്ത് അന്നോട്ടേ പ്ലാനിങ് ഉണ്ട്. പിന്നെ ഇയാളെ കൊണ്ടുവന്ന് പറയടിച്ച സാറ് കണ്ടില്ലേ, ഇയാളെ കൊണ്ട് നാട് മൊത്തവും നടന്നില്ലേ, ഇയാളെ സ്ഥാപനങ്ങളെല്ലാം നാട്ടുകാരെന്നുള്ള വ്യാജനെ ഗുണ്ടകളെ വെച്ച് അടിച്ചു പൊളിച്ചില്ലേ. അപ്പൊ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഇതിനകത്ത് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കേസ്, ഒരു സ്ത്രീയെ ഇങ്ങനെ റേപ്പ് ചെയ്യുക അല്ലെ പരസ്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കേസിനകത്ത് ഒരിക്കലും ജാമ്യമില്ല വിചാരണ വരെ. അന്ന് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ പ്രതികൾക്ക് ആർക്കും ജാമ്യം കിട്ടിയില്ല. ഏറ്റവും അവസാനം 7 കൊല്ലം 6 കൊല്ലം 5 കൊല്ലം എല്ലാം കിടന്നു. ഈ ദിലീപ് ഇതിനകത്ത് 80 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ദിലീപിന്റെ കരിയർ അവിടെ പോയേനെ. അതിനുശേഷം ഇയാൾ നിന്നണക്കെ അവന്മാർ വലച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് നഷ്ടപ്പെട്ടു. ഈ 8 കൊല്ലം വിഷയമൊന്നും വേണ്ടായിരുന്നു. 8 കൊല്ലം വിചാരണ സമയത്ത് ദിലീപ് അകത്ത് കിടന്നാൽ മതി. ഇതായിരുന്നു ഉദ്ദേശം. അതാണ് വേറൊരു കാര്യം കൂടെ പറയാം. ഈ കോടതി പറഞ്ഞിരിക്കുന്നതാണ്, കോടതിയുടെ വിധി പറയുന്നത്. അതായത് ഈ സംഭവം ആരോപിച്ച ദിവസത്തിനു ശേഷവും ആ അതിജീവിതയും ദിലീപുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇത്രയും കൊടുക്രൂരത ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഈ ആസൂത്രണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുമോ? ഇവർ റിഹേഴ്സൽ ക്യാമ്പിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അതിജീവിത അങ്ങനെ ചോദിച്ചപ്പോൾ അതിജീവിത പറയുന്നത്, ഞാൻ റിഹേഴ്സൽ സമയത്ത് ഞങ്ങൾ തമ്മിലൊരു മിണ്ടാതിരുന്നു. കോടതി പറഞ്ഞു അത് അസ്വാഭാവികമാണ്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ശത്രുക്കളാണെങ്കിലും ഒരു വഴക്കെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ. എന്നിട്ട് ഇതേ പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇവർ രണ്ടും വേറൊരു ലൊക്കേഷൻ ലണ്ടനിലായിരുന്നു. ഒരു ബസ്സിൽ പോയപ്പോൾ ഈ സ്ത്രീയെ അതിജീവിതയെ പിടിച്ചു നിർത്തി ദിലീപ് ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തിനാ
എനിക്ക് കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധമെല്ലാം നിങ്ങൾ എന്തിനാ മറ്റേ കക്ഷിയോട് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് നടു റോഡ് എന്ന് ലണ്ടനിൽ ലണ്ടനിലാകുമ്പോൾ ആരും കണ്ടിട്ടില്ലല്ലോ. ഒറ്റ എന്നാ പോട്ടെ, ശരി. ലണ്ടനിൽ സാധാരണ അങ്ങനെയൊന്നും അവിടുത്തെ സ്കോട്ട്ലൻഡ് യാർഡ് അനുവദിക്കാറില്ല അങ്ങനെയുള്ള സംഭാഷണം. പാർക്കുകളിൽ പോയിരുന്നു പറയാം, പാർക്കിലാണെന്ന് പറയുന്നത് റോഡിൽ വെച്ച് ബസ് യാത്രയ്ക്കിടയിൽ എങ്ങനെ സംഭവിക്കുമെന്ന് കോടതിക്ക് ഒരു ആശങ്ക തോന്നി. അവരും ലണ്ടനിൽ പോയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനാണത്. ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവിടെ ഇങ്ങനൊരു ഭീഷണിപ്പെടുത്തൽ നടത്തി. ലൊക്കേഷനാണ്, കാരവനാണ്, രഹസ്യമായ കാട്ടിലെങ്ങും അല്ല. ഒരുപാട് പേര് കൂടുണ്ട്. ഇതിന് സാക്ഷിയായിട്ട് ഒരൊറ്റയാളില്ല. സാക്ഷികൾ ഒറ്റ എണ്ണം പറയാനില്ല. അപ്പൊ ഇതിനാണ് നമ്മൾ ഇതാണ് കോടതി ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നില്ല. ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഫാബ്രിക്കേഷൻ. അതുപോലെ വേറെ കാര്യം സാർ ഇതിനകത്ത് വിശദമായിട്ട് വിളിച്ചു. നാദിർ ഷാ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ദിലീപിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത്. ഈ സമയത്ത് അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചു. അന്നേരം പറഞ്ഞു, ദിലീപ് എന്ന് പറയുന്നത് എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്ത്. അവനെ രാവിലെ എണീറ്റ് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, ഇന്നോലെ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടോ, എനിക്കൊരു എന്തോ വേണോടാ, എന്നെ പറ്റി ഈ കേസിന് ശേഷം എന്നെ അവൻ വിളിക്കുകയോ ഈ കേസിനെ പറ്റി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അതിനകത്ത് അവൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഏതർത്ഥത്തിൽ ആരോടും പറഞ്ഞില്ലെങ്കിലും എൻ്റെ അടുത്ത് പറയും. അത്രയ്ക്ക് മാനസികമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്തോന്നറിയാം, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അതിനകത്ത് ഞാൻ അറിയാതെ പെട്ടുപോയി, അപ്പൊ അത് ആ രീതിയിലൊന്നും ഇയാൾ മൊഴി തന്നാൽ മതി, ബാക്കി കാര്യം ഓക്കെ. നാദിർ ഷാ പറഞ്ഞു പറ്റത്തില്ല. സമയം പോയതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദിലീപ് വരുന്നതുകൊണ്ട്, ദിലീപ് താരസിംഹാസനത്തിൽ കയറിയിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ആരോ ഒരാളുണ്ട്, അയാളുടെ കളിയാണ് അത്. മിക്കവാറും ഒരു എമ്പുരാൻ, അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു എമ്പുരാൻ തന്നെ ആയിരിക്കണം. അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാനിപ്പോ അതിന് ഇവരുടെ പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂറുമാറി അതിനെ സ്വാധീനം ചെലുത്തിയതിന് പറഞ്ഞ ഒരു ഉദാഹരണം. അപ്പൊ നാദിർ ഷാ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്നാ മൊഴി കൊടുത്തേ, പക്ഷെ മൊഴി പോലീസ് എഴുതി വെച്ച എങ്ങനെ? നാദിർ ഷാ പറഞ്ഞു, ഇതുപോലെ ഇന്നുപോലെ മാനസിക പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കള്ളസാക്ഷി. അതാണ് കോടതി വന്നിട്ട് തിരുത്തി പറഞ്ഞത്. ഇതുപോലെ വളരെ ഞാൻ ഫാബ്രിക്കേറ്റ് എന്ന് പറഞ്ഞു. ഇതുപോലെ പോലീസ് ചോദ്യം ചെയ്തവർ പറഞ്ഞ അഭിപ്രായമല്ലാതെ അവരുടെ അഭിപ്രായം അനുസരിച്ച് മൊഴി എല്ലാം തിരുത്തി കോടതി കൊണ്ടു കൊടുത്തു. എന്തൊക്കെ നടത്തിയിട്ടും നടന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഗൂഢാലോചന തെളിയിക്കാൻ പാടാ, ദീർഘമായിട്ട് അന്വേഷിക്കണം. ആദ്യം തൊട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഗൂഢാലോചന ബില്ലിൽ അറസ്റ്റ് ചെയ്ത് തെളിവുണ്ടെന്ന് പറഞ്ഞില്ലേ അറസ്റ്റ് ചെയ്ത് 8 കൊല്ലം ഈ പറഞ്ഞതുപോലെ വിചാരണ നടത്തിയപ്പോൾ തെളിവൊന്നും കൊടുത്തില്ലേ, ഇനി എങ്ങനെ കൊടുക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസ്. ഇതിനകത്ത് ദിലീപിനെ ശിക്ഷിക്കാൻ വകുപ്പൊന്നുമില്ല. പക്ഷെ പെടുത്തിയാൽ ദിലീപിനെ അകത്തിട്ട് അത്രയും കാലം കൊണ്ട് അയാളുടെ കരിയർ നശിപ്പിച്ച്, അയാളുടെ ഭാവി നശിപ്പിച്ച് ഈ സിംഹാസനം ആരുദ്ദേശിക്കുന്നോ അവർക്ക് കൈയടക്കാൻ പറ്റുന്നത്. രണ്ടാമത് ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. എല്ലാവരും കാര്യം പറയുന്നല്ലോ, അവർ പറയുന്നത് ശരിയല്ലേ, ഇവർ പറയുന്നത് ശരിയല്ലേ, അവർ മോശക്കാരല്ലാതെ, അവർ അറിവില്ലാത്തവരായിട്ട് അങ്ങനെ പറയാം. അറിവില്ലാത്തവരായിട്ടല്ല പറഞ്ഞത്. സാറിനെ 10 പേർ അറിയുമെങ്കിലേ, വൃത്തിയായിട്ട് കാര്യം പറയുമെങ്കിലേ സാറിന് ചിമ്പിടി കിട്ടും. ചിമ്പിടി ഇന്നതുപോലെ ഇന്നത് പറഞ്ഞാൽ മതി. കാശ് അങ്ങനെ പറയുന്നവരുണ്ട്. അത് ഇതിന്റെ പുറയിൽ ആ പറച്ചിൽ വലുതായിട്ടുണ്ട്. റോഡിൽ നിന്ന് നമ്മുടെ ജഡ്ജി ദിലീപിനെ കണ്ടപ്പോ എണീറ്റ് നിന്ന് തൊഴുതെന്ന് പറഞ്ഞവന് വരെ കാശ് കിട്ടിക്കാണും. അതാണ് ഇതിന്റെ പുറയുള്ള മാഫിയ. കോടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫാബ്രിക്കേറ്റ് ആണ്. ഒരു മാടവും ഒരല്ല 1000 മാടം ഇതിനകത്തുണ്ട്. നമുക്കറിയാവുന്ന 1, 2, 3 മാടമുണ്ട്. ഇപ്പൊ സംവിധാനത്തിന്റെ ഭാര്യ ഒരു മാടമുണ്ട്, വേറെ ഒരു മാടം അറിയാമല്ലോ, പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ മാടമുണ്ട്. ഒത്തിരി മാടങ്ങളുണ്ട്. ഇപ്പൊ വെളിയിൽ കിടന്ന് നിലയ്ക്കുന്ന മാടത്തിനെ അറിയാമല്ലോ, ഭാഗ്യലക്ഷ്മി മാടം പോലുള്ള മാടങ്ങൾ, പാർവതി തിരുവനന്തപുരം പോലുള്ള മാടങ്ങൾ. അല്ല, ഇപ്പൊ ഭാഗ്യലക്ഷ്മി ഒരു വിധിയും കൂടെ പുറപ്പെടുവിച്ചു. ഭാഗ്യലക്ഷ്മി മാടം അല്ല, പിന്നെ ചീഫ് ജസ്റ്റിസ് ഭാഗ്യലക്ഷ്മി ഒരു വിധിയും കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പിന്നെ പ്രതികളെ അല്ല, ഈ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടേക്കാൻ. ചീഫ് ജസ്റ്റിസ് ഭാഗ്യലക്ഷ്മിയൊക്കെ അകത്തു പോയിരുന്ന കൊള്ളാം, വായടഞ്ഞല്ല. എന്താ ഭാഗ്യലക്ഷ്മി പറയാത്തെ? അതിജീവിതയ്ക്ക് സാറി പറഞ്ഞ പോലെ അതിജീവിതയ്ക്ക് ഇതിന് ശേഷം ദിലീപിന്റെ കൂടെ അഭിനയിക്കാം. വേടൻ കുഴപ്പമില്ല, ഇതുപോലെ വേടന്റെ കൂടെ കുഴപ്പമില്ല. ഇതിനകത്ത് ഈ ഡിയർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നടക്കുന്ന സ്ത്രീകളുടെ ഒന്നും പ്രശ്നമില്ല. ദിലീപ് പീഡിപ്പിച്ചില്ലേലും കുഴപ്പമില്ല, ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന നടത്തിയത് തെളിഞ്ഞില്ലെങ്കിൽ എന്തിനു ഗൂഢാലോചന? ഇയാള് ഗൂഢാലോചന നടത്തി എന്ന് എങ്ങനെ ഇവർ കണ്ടെത്തി? ഗൂഢാലോചന നശിപ്പിച്ചു. ഗൂഢാലോചന ഇതിനകത്ത് 4 ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഗൂഢാലോചനയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണെന്നറിയോ? ഇവർ ഈ സ്ത്രീയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ ഗൂഢാലോചന നടത്തി, അതെല്ലാം കണ്ടെത്തിയല്ലോ. ദിലീപിന്റെ ഗൂഢാലോചന മാത്രം കണ്ടെത്തിയില്ല. അത് കണ്ടെത്താൻ അങ്ങനെ നടന്നിട്ടില്ല. ഇല്ലാത്ത സാധനം എങ്ങനെയാ കണ്ടെത്തുന്നത്?